ഒരേ കൂട്ടിൽ ഒരു അനിയത്തിപ്രാവും ഒരു ചേട്ടത്തിപ്രാവും ഉണ്ടായിരുന്നു. ചേട്ടത്തിപ്രാവ് ദുഷ്ടയായിരുന്നു. ആഹാരത്തിന്റെ വലിയ പങ്കും അവൾ തന്നെ എടുത്തു. അനിയത്തി ഒന്നും മിണ്ടാതെ എല്ലാം സഹിച്ചു ജീവിച്ചു. ഒരു ദിവസം തീറ്റ തേടി നടക്കുമ്പോൾ അവർക്ക് കുറെ ചോളമണികൾ കിട്ടി. ഇത് കൂട്ടിൽ കൊണ്ടുപോയി വറുത്തു തിന്നാം എന്ന് പറഞ്ഞത് ചേട്ടത്തിപ്രാവായിരുന്നു. കൂട്ടിലെത്തിയപ്പോൾ ചേട്ടത്തിപ്രാവ് പറഞ്ഞു, ഞാൻ തിരിച്ചു വരുന്നത് വരെ ചോളം വറക്കണം, അതിൽ നിന്ന് ഒന്നും എടുക്കരുത്. അങ്ങനെ പറഞ്ഞ് അവൾ പറന്നുപോയി. അനിയത്തി നിശബ്ദമായി ചോളം വറുത്തു. ചൂടാകുമ്പോൾ ചോളം പൊട്ടി വീർക്കാൻ തുടങ്ങി. ചേട്ടത്തിപ്രാവ് തിരിച്ചു വന്നപ്പോൾ ചോളത്തിന് പകരം ചോളപ്പൊരി മാത്രം. അനിയത്തി ചോളം മുഴുവൻ കഴിച്ചു, എന്നെ പറ്റിക്കാൻ മറ്റൊന്ന് കൊണ്ടുവന്നു എന്ന് കരുതി അവൾ ദേഷ്യപ്പെട്ടു. കോപത്തിൽ ചേട്ടത്തിപ്രാവ് അനിയത്തിയെ കൊത്തി കൊത്തി കൊന്നു. ദിവസങ്ങൾക്കു ശേഷം ചേട്ടത്തിപ്രാവിന് വീണ്ടും ചോളം കിട്ടി. അവൾ ഒറ്റയ്ക്ക് അത് വറുക്കാൻ തുടങ്ങി. പെട്ടെന്ന് ചോളം പൊട്ടി വീർത്ത് ചോളപ്പൊരിയായി. അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്, ചോളം വറുത്താൽ ചോളപ്പൊരിയാകുമെന്ന്. അനിയത്തി നിരപരാധിയായിരുന്നു. അവളെ കൊത്തിക്കൊന്നതിൽ മനം നൊന്ത് ചേട്ടത്തിപ്രാവ് ആ കൂട്ടുവിട്ട് ദൂരേക്ക് പറന്നു. കൂട്ടുകാരെ, ആ നിരപരാധിയായ അനിയത്തിപ്രാവിനായി